കാറ്റത്തെക്കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയുടെ അടുത്താണെങ്കിൽ സുഭാഷിനെ കുറിച്ച് നുണയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. വലിയ എഞ്ചിനീയറാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജോലി അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. പക്ഷേ ഇത് നിധിക്ക് അറിയില്ല. അതുകൊണ്ട് സുഭാഷാണെങ്കിൽ വിചാരിച്ചാൽ ആ ജോലി കിട്ടാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിധിയുടെ അടുത്ത് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ സുഭാഷ് തീരുമാനിച്ചു. അങ്ങനെ നിധിയെ വിളിച്ചുകൊണ്ട് ജോലിയിൽ നിന്ന് സൈറ്റിൽ കൊണ്ടുവന്നു. ജോലിയാണെങ്കിൽ ഒരു എൻജിനീയർ അല്ല, ഈ വീട് വയ്ക്കേണ്ട ഒരു സാധാരണ ജോലിക്കാരനാണ് ഞാനെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നിധി. എന്നിട്ടാണ് നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും സുഭാഷ് ചേട്ടൻ ഇത്രയും നാൾ ഈ ജോലിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നതെന്ന് എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ സുധീഷ്. എന്നാലും ഇങ്ങനത്തെ ആളാണോ, എല്ലാം നുണകളാണല്ലേ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മോൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, അവൻ്റെ ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞതായിരിക്കും എന്നും പറയുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ സുധീഷിനെ ഫോൺ വിളിക്കുന്നുണ്ട്, എനിക്കൊന്ന് കാണണം, സംസാരിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ സുധീഷിൻ്റെ അടുത്ത് നിധി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ഞാൻ ചോദിക്കാം, എനിക്ക് പെട്ടെന്ന് തന്നെ വരണം, എനിക്കൊരു കാര്യം ചോദിക്കേണ്ട അത്യാവശ്യമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴത്തേക്കും സുഭാഷിനെ നോക്കിയിരിക്കുകയാണ് നിധി. അപ്പോഴത്തേക്കും പറയുക, ഞാനിത് പോയിട്ട് വരാം, എനിക്ക് സുധീഷിനെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഫോൺ വിളിച്ച് അവിടെ വന്ന് സംസാരിക്കുകയാണ്. വന്നിട്ട് പറയുക, എന്താ എൻ്റെ അടുത്ത് കാണണമെന്ന് പറഞ്ഞ് പെട്ടെന്ന്. അത് നിങ്ങളെ എനിക്ക് ഇപ്പോഴാണ് ഒട്ടും വിശ്വാസം ഇല്ലാതായത്. എൻ്റെ അടുത്ത് ഇത്രയും നാൾ കള്ളമാണല്ലേ പറഞ്ഞത്, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നുണയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞത്. ആ സുഭേഷേട്ടൻ്റെ ജോലി പോലും എൻ്റെ അടുത്ത് കള്ളമല്ലേ നിങ്ങൾ പറഞ്ഞത്. എന്നാലും ഇങ്ങനത്തെ ഒരാളാണെന്ന് വിചാരിച്ചില്ല. എൻ്റെ ജോലി ആവശ്യത്തിന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇത്രയും നിസ്സാരമായിട്ട് എടുത്തൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്നാൽ ആ ചേട്ടനാണെങ്കിൽ ഇത് പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് പോലും തീരുമാനിച്ചില്ലല്ലോ എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയായിരുന്നോ എന്നും പറയുന്നുണ്ട്. എന്നാലും ഓരോരോ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഓരോരോ നുണ പറയുന്ന ആളാണ് നിങ്ങളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇനിയെങ്കിലും ഈ നുണയൊക്കെ നിർത്തണം, നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ പഠിക്കണം, വീട്ടിലെ സാഹചര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ചെയ്യുന്ന ആളല്ലല്ലോ നിങ്ങൾ. എനിക്ക് ഇപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് നിധി. അങ്ങനെ നിധിയാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതറിഞ്ഞ ഉടനെ വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് ചോദിക്കുകയാണ് സുഭാഷിൻ്റെ അടുത്ത്, നിങ്ങൾ നല്ല പിള്ള ചമയാനാണോ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചത്? എന്തുകൊണ്ടാണ് നിധിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സത്യവാനായത്? വലിയ ഞാൻ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞ് ഇത്രയും ഇതിൽ സത്യമായിട്ടങ്ങ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? നിങ്ങൾ ഇപ്പോഴേ എനിക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലാവുന്നത്. ഇത്ര സ്നേഹമായിട്ടിരിക്കുന്നത് കണ്ടുകൂടാത്ത ഒരാളാണ് നിങ്ങൾ. നിങ്ങളുടെ അടുത്ത് വലിയ കാര്യം കാണിച്ചപ്പോൾ വലിയ കാര്യത്തിൽ സത്യം പറയാൻ നടക്കുന്ന ഒരു സത്യവാൻ എന്നൊക്കെ പറഞ്ഞ് സുഭാഷിനെ വഴക്ക് പറയുന്നുണ്ട് സുധീഷ്. ഇതെല്ലാം കേട്ടുകൊണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് സുഭാഷ്. അപ്പോഴത്തേക്കും നികേഷൊക്കെ വന്ന് ചോദിക്കുകയാണ്, എന്താ പറ്റിയത്, എന്താ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്ന, ചേട്ടൻ്റെ അടുത്ത് നീ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ നിങ്ങൾ അറിഞ്ഞോ, ഇവിടെ ഒരു സത്യവാനുണ്ടല്ലോ, അത് എല്ലാം കൊണ്ട് കാണിച്ചു കൊടുത്ത് ഉള്ളതെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നു സത്യം. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ വീട്ടിലെ എങ്ങനെയെങ്കിലും അവൾ നിന്ന് ഒരു ഇവിടെ ആയിട്ട് പൊരുത്തപ്പെട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് ഇതെല്ലാം ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യം വല്ലതും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യം വന്ന് സുഭാഷിനെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അനിയന്മാർ പറയുന്നുണ്ട്, എന്തായാലും സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് നടന്നേയല്ലേ ഇത്രയും ദിവസം, ആരാണ് എങ്ങനെയാണ് വേദനിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അവർക്ക് എന്താ കാര്യം എന്നൊന്നും പോലും ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു പെണ്ണിനെ കൊണ്ടുവന്നപ്പോൾ പോലും ചോദിച്ചില്ല എങ്ങനെയാ എന്താണെന്ന് പോലും. എന്നിട്ട് ഇതൊന്നും വകവയ്ക്കാത്ത ആളല്ലേ നമ്മളെ വീട്ടുകാർ. അതുപോലെ സുഭാഷ് ചേട്ടൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്ന സുഭാഷ് ചേട്ടനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വഴക്ക് കൂടുകയാണ്. അപ്പോഴത്തേക്കും സുഭാഷ് പറയുന്നുണ്ട്, വേണ്ട അവനൊന്നും പറയണ്ട, അവൻ്റെ ദേഷ്യത്തിന് ചെയ്തതില്ലേ എന്ന് പറഞ്ഞ് സങ്കടം സഹിക്കാൻ വയ്യ നിൽക്കുകയാണ്. അങ്ങനെ നിധിയാണെങ്കിൽ പിന്നെ വരുന്നുണ്ട് വീട്ടിലോട്ട്. നിധി വന്നപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇതിൻ്റെ പേരിൽ പിണങ്ങിയോ അതുപോലെ തന്നെ ഒരു വഴക്കും കൂടാൻ പാടില്ല എന്നും പറയുന്നുണ്ട് സുഭാഷ്. എന്നാൽ നിധി പറയുന്നുണ്ട്,
എന്തായാലും എന്നെ ഇത്രത്തോളം ഈ വീട്ടിൻ്റെ ഇത്രയും ദിവസം താമസിച്ചിട്ടും എന്തായാലും സാഹചര്യം പോലും തുറന്നു പറയാത്ത ആളല്ലേ, എങ്ങനെ വിശ്വസിക്കാൻ പറ്റും?